ആസ് എ PhD സ്കോളർ ആൻഡ് എ മദർ ഓഫ് 1.5-year-old എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഡെയിലി ക്യാരി ചെയ്യേണ്ടി വരാറുണ്ട്. സോ ടുഡേ ഐ ഷോ യു വാട്ട്സ് ഇൻ മൈ ബാഗ്. കുട്ടികളുള്ളവരൊക്കെ സാധാരണ ഒരു ഡയപ്പർ ബാഗ് ക്യാരി ചെയ്യാറുണ്ട്. ഞാൻ ആദ്യമൊക്കെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ IIT-ലൊക്കെ പോകാൻ തുടങ്ങിയ സമയത്ത് ഒരു ഡയപ്പർ ബാഗും ലാപ്ടോപ്പ് ബാഗും ഒക്കെ എപ്പോഴും ക്യാരി ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയതുകൊണ്ട് തന്നെ ഐ ഓൾവേസ് ക്യാരി ഇങ്ങനെ ഒരു ബിഗ് സൈസ് ബാഗ്. ഇത് ഓസോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വീഗൻ ലെതർ ബാഗാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻഡ് ദി ഫോർമോസ്റ്റ് ലാപ്ടോപ്പാണ്. ഇതില്ലാണ്ട് ഞാൻ എവിടെയും പോകാറില്ല. പിന്നെ ഒരു നോട്ട്ബുക്ക് ഉണ്ട്, വാട്ടർ ബോട്ടിൽ ഉണ്ട്. ഞാൻ സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടാണ് വെള്ളം നടക്കാറ്, അതാവുമ്പോൾ അധികം നേരം ക്യാരി ചെയ്യണ്ടല്ലോ. ലാപ്ടോപ്പ് ചാർജർ, എനിക്കൊരു എക്സ്ട്രാ ഡ്രസ്സ്, പിന്നെ എനിക്കൊരു വൈറ്റ്സ് ഉണ്ട്, ദെൻ കുറച്ച് ഫ്രൂട്ട്സ്, അങ്ങനെ എന്തെങ്കിലും ഞാൻ എന്നും എനിക്ക് കുറച്ച് ക്യാരി ചെയ്യാറുണ്ട്. ഓമിന്റെ വാട്ടർ ബോട്ടിലാണ്. ഇത് ഓമിന്റെ ഒരു കുഞ്ഞ് റൈൻ ബുക്കാണ് കേട്ടോ. ലൈക്ക് അവനിത് പാടി കൊടുത്താൽ കൂടെ ഇരിക്കും പിക്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട്. സോ ഇതെപ്പോഴും ഞാൻ എല്ലാത്തും കൊണ്ടുവരുന്നത് പഴയതായി അവൻ യൂസ് ചെയ്ത് ഞാൻ ടൈപ്പൊക്കെ വെച്ചോട്ടിച്ചത്. പിന്നെ 2 പെന്നുണ്ട്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമായിരിക്കും. ഒരു യാണുണ്ട്, ഹുക്ക് ഉണ്ട്, അതിന്റെ പിന്നുണ്ട്, ഉള്ള വേറൊരു ഹുക്കും കൂടെ ഉണ്ട്. എനിക്ക് ക്രോഷേ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചാട്ടോ. ഇവിടെ IIT ഫ്രീ ക്ലാസ് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ക്രോഷേ പഠിക്കുന്നത്. ഇതൊരു റെഡി ടു ഈറ്റ് ഫുഡാണ് ഓമിന്റെ. ഇൻ കേസ് ഇതൊരു കുറെ 6 months സ്റ്റോർ ലൈഫ് ഉള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഞാൻ ഇതെപ്പോഴും കയ്യിൽ വെക്കാറുണ്ട്. മിന്റ് ഉണ്ട്, ഒരു നാപ്പി ക്രീം ഉണ്ട്. ലൈക്ക് ഇൻ കേസ് എപ്പോഴും ഡയപ്പർ റാഷ് ഒക്കെ കാണുകയാണെങ്കിൽ ഇത് കഴിഞ്ഞു കുറച്ച്. ഒരു സോക്സ് ഉണ്ട്, 2 ഹെയർ ബാൻഡ് ഉണ്ട്. അത്രയാണ് മെയിൻ ആയിട്ടുള്ള ഈ കമ്പാർട്ട്മെന്റ് ഉള്ളത്. കണ്ടോ, ലൈക്ക് ഇതിന് ലാപ്ടോപ്പിന് വേണ്ടി സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല സേഫ് ആയിട്ട് ലാപ്ടോപ്പ് ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു ചെറിയ കമ്പാർട്ട്മെന്റ് ഉണ്ട്, അതിലാണ് എന്റെ പേഴ്സ് ഉണ്ട്, കാർഡ്സ് ഒക്കെ ആയിട്ട്. 100 രൂപ ഉണ്ട്. പാരസെറ്റമോൾ. ഞാൻ തലവേദനന്റെ ആശാനാണ്. എനിക്ക് ചെറിയൊരു സ്ട്രെസ്സിന് അടുത്തൂടെ പോയാൽ തന്നെ എനിക്ക് പെട്ടെന്ന് തലവേദന വരും. അപ്പോൾ അധികം വേദനിച്ച് നിൽക്കാനൊന്നും നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ പാരസെറ്റമോൾ കഴിക്കാറുണ്ട്. അത്ര നല്ലതൊന്നല്ല, ബട്ട് സ്റ്റിൽ ഐ ക്യാരി. പിന്നെ ഒരു മസ്കാര ഉണ്ട്, ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, ഈ ഷെയ്ഡാണ്. ഇനി ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. എന്തൊക്കെയുള്ള നോക്കാം. ID കാർഡ്, ഇവിടെ ഒരു QR ഉണ്ട്, അത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ക്യാമ്പസിന്റെ അകത്ത് കയറുക. അപ്പോൾ എപ്പോഴും ID കാർഡ് ക്യാരി ചെയ്യൽ മസ്റ്റാണ്. പിന്നെ കുറച്ച് ബോംബെയിലെ ഞങ്ങൾ ഫ്ലാറ്റിന്റെ കീ ഉണ്ട്, കുറെ സ്പൂണും ചെറുപ്പൊക്കെ ഓമിന്റെ മുടി ചീകി കൊടുക്കാൻ ഇടയ്ക്ക് ഒക്കെ. പിന്നെ അവനെന്തെങ്കിലും ഫുഡ് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് വാങ്ങും, എസ്പെഷ്യലി യോഗട്ടോ കേടോ അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് ഞാൻ വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കോരി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്പൂണ്. സോ ഇത്രയും സാധനങ്ങൾ ഞാൻ ഈ ഒരു ബാഗിലാണ് ക്യാരി ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം കുറേ സാധനങ്ങളുണ്ടല്ലേ. സോ ദിസ് ഇസ് ദ ബാഗ് ഫ്രം ഓസോ. പിന്നെ ഭയങ്കര ഈസി ടു ക്യാരി ആണ്. ഞാനിപ്പോൾ ക്യാമ്പസ് പോവാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അതല്ല ഓമിനെ കൊണ്ടൊരു കല്യാണത്തിന് പോവാണെന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരൊറ്റ ബാഗ് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓസോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ മോർ പ്രൊഡക്ട്സ് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സും റിലീസസും ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഓസോന്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്താൽ മതി.